ഇന്ന് ധനുമാസ 30 വെള്ളി. അമ്മ മഹാലക്ഷ്മി നമ്മുടെ എല്ലാം വീടുകളിലേക്ക് വന്ന് എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മളിലേക്ക് ചൊരിയുന്ന ഒരു ദിവസമാണ്. അത്രമേൽ പ്രാധാന്യമർഹിക്കുന്ന ഒരു വെള്ളിയാഴ്ചയും ഇല്ല എന്ന് തന്നെ പറയാം. ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകളും ദുരിതങ്ങളുമൊക്കെ അകലുന്ന രീതിയിലായിരിക്കും ഭഗവതി ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ പോകുന്നത്. പ്രത്യേകിച്ച് 30 വെള്ളിയുടെ ദിവസത്തിലുള്ള സ്ത്രീകളുടെയും അമ്മമാരുടെയും ഒക്കെ മനമൊരുകിയുള്ള പ്രാർത്ഥന എത്ര നശിച്ചു കിടന്ന കുടുംബത്തെയും ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ തക്കതായ ശക്തിയുള്ള ഒന്നാണ്. അപ്പോൾ 30 വെള്ളിയാഴ്ച സന്ധ്യാസമയത്ത് വീട്ടിലെ സ്ത്രീകളും അമ്മമാരുമൊക്കെ ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ വീടുകളിലേക്ക് ഭഗവതിയുടെ കടാക്ഷം ഇരട്ടിയായി ലഭിക്കുവാനും സർവ്വ ഐശ്വര്യങ്ങളും ആ കുടുംബത്തിലേക്ക് വരുവാനുമൊക്കെ ഇടയാകും. ആ കാര്യങ്ങളെപ്പറ്റിയെല്ലാം നാം ഇന്നത്തെ അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇനി നാം പറയുവാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരു കാരണവശാലും മുടക്കം കൂടാതെ ഇന്ന് സന്ധ്യാസമയത്ത് അതിൻ്റേതായ ചിട്ടവട്ടങ്ങളോടുകൂടി ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലായ്പ്പോഴും തന്നെ നാം ക്ഷേത്രങ്ങളിൽ പോയി ഭഗവതിയോട് പ്രാർത്ഥിക്കുകയും എപ്പോഴും ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. എന്നാൽ ഈ 30 വെള്ളിയാഴ്ച നമ്മൾ ഭഗവതിയോട് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവതി നമ്മളുടെ ഭവനങ്ങളിലേക്ക് വന്ന് അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതിന് അത്യധികം നമ്മൾ പ്രാധാന്യം നൽകേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ തലത്തിലും നമ്മൾക്ക് ലഭിക്കുവാനും, അതായത് നമ്മുടെ വീടുകളിൽ നേരിട്ട് ദേവിയുടെ സാന്നിധ്യം തിരിച്ചറിയുവാനുമൊക്കെയായി നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 30 വെള്ളിയാഴ്ച സന്ധ്യാസമയത്ത് വിളക്ക് തെളിയിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നാം തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അമ്മമാരും വീടുകളിലെ സ്ത്രീകളുമൊക്കെ ചെയ്യുന്ന ചില ചിട്ടവട്ടങ്ങളോട് കൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് ഭഗവതിയിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹം വളരെ വലുതായിരിക്കും എന്നുള്ളത്. അപ്രകാരം 30 വെള്ളിയാഴ്ച വൈകുന്നേരം വീട്ടിലെ അമ്മമാർ അല്ലെങ്കിൽ സ്ത്രീകൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം, നിങ്ങൾ നിലവിളക്ക് തെളിയിക്കുമ്പോൾ 5 തിരിയിട്ട് തെളിയിക്കുക എന്നുള്ളതാണ്. അതുമാത്രമല്ല, നിലവിളക്കിൻ്റെ മുൻപിലായി മഹാലക്ഷ്മിയുടെ ഫോട്ടോ വെച്ചതിന് ശേഷം ആ ഫോട്ടോയുടെ മുൻപിലായി പുഷ്പങ്ങൾ സമർപ്പിക്കുക. ഇപ്രകാരം നിലവിളക്കിനടുത്ത് മഹാലക്ഷ്മിയുടെ ഫോട്ടോ വെച്ച് പുഷ്പങ്ങൾ അർപ്പിച്ചതിന് ശേഷം നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ആ നിലവിളക്കിൻ്റെ അരികിലായി തന്നെ ഒരു കിണ്ടിയിൽ ശുദ്ധമായ ജലം നിറച്ചു വെക്കുക എന്നുള്ളതാണ്. ഇപ്രകാരം കിണ്ടിയിൽ നിറച്ചു വെച്ചിരിക്കുന്ന ജലത്തിൽ നിങ്ങൾക്ക് കുറച്ച് തുളസിപ്പൂക്കളും മുല്ലപ്പൂക്കളും ഇടാവുന്നതാണ്. ഇത് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് വരുവാനിടയാക്കും. കാരണം ലക്ഷ്മി ദേവിയുടെ ഇഷ്ടപുഷ്പങ്ങളാണ് മുല്ലപ്പൂവും തുളസിപ്പൂവുമൊക്കെ. ഇനി അടുത്തതായിട്ട് അമ്മമാരും സ്ത്രീകളുമൊക്കെ വിളക്ക് വെച്ച് തിരി തെളിയിക്കുന്നതിന് മുൻപായി തന്നെ കുളിച്ച് ശുദ്ധിയായി തലയിൽ കുറച്ച് മുല്ലപ്പൂ ചൂടി വേണം വിളക്ക് തെളിയിക്കുവാൻ. എല്ലാവരും തന്നെ എല്ലാ ദിവസവും കുളിച്ചതിന് ശേഷം മാത്രമേ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കാറുള്ളൂ. എന്നിരുന്നാലും ഈ 30 വെള്ളിയുടെ സന്ധ്യയ്ക്ക് നിങ്ങൾ മഹാലക്ഷ്മിയെ വരവേൽക്കുവാനായിട്ടാണ് ഒരുങ്ങി നിൽക്കുന്നത്. അതിനാൽ ലക്ഷ്മി ദേവിയുടെ ഇഷ്ടപുഷ്പമായ മുല്ലപ്പൂ തലയിൽ ചൂടി നിന്നുകൊണ്ട് നിങ്ങൾ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിനും അപ്പുറമായി ദേവിയുടെ 2 കൈകളും നീട്ടിയുള്ള അനുഗ്രഹം നിങ്ങളിലേക്ക് വരുവാനിടയാക്കും. ഇപ്രകാരം നിങ്ങൾക്ക് ലഭിക്കുന്ന ദേവിയുടെ അനുഗ്രഹം
വെറുതെയുള്ള ഒരു അനുഗ്രഹമായിരിക്കില്ല. നിങ്ങളുടെ വീടുകളിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണോ നിലനിന്നിരുന്നത് അതിനെല്ലാം ഒരു അറുതി വരുന്ന രീതിയിലായിരിക്കും ദേവി അനുഗ്രഹിക്കുന്നത്. അതിന് കുടുംബത്തിൽ നിലനിന്നിരുന്ന കുടുംബ കലഹങ്ങളായിക്കോട്ടെ, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിക്കോട്ടെ, അല്ലെങ്കിൽ കടബാധ്യതകളായിക്കോട്ടെ, എന്ത് തന്നെ ആയിരുന്നാലും അതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം ദേവിയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ലഭിക്കുവാൻ പോവുകയാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കർമ്മം എന്ന് പറയുന്നത്, നിലവിളക്കിന് മുൻപിലായി ഒരു താലത്തിൽ കുറച്ച് അരി, അതായത് നല്ല സമൃദ്ധി തോന്നിക്കും വിധം കുറച്ച് പച്ചരി എടുത്ത് താലത്തിൽ നിരത്തി വയ്ക്കുക. കാരണം അരി എന്ന് പറയുന്നത് സമ്പത്തിനെയും സമൃദ്ധിയെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇപ്രകാരം നല്ല സമൃദ്ധമായ രീതിയിൽ താലത്തിൽ പച്ചരി നിരത്തി വച്ചതിന് ശേഷം പച്ചരിയുടെ മുകളിലായി 3-5 കഷ്ണം ഉണക്കമഞ്ഞൾ വയ്ക്കുക. മഞ്ഞൾ എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഏറെ ലഭിച്ചിട്ടുള്ള ഒരു വസ്തുവാണ്. വീട്ടിലെ എല്ലാ നെഗറ്റിവിറ്റികളെയും പുറംതള്ളി പോസിറ്റീവ് ഊർജത്തെ വീടുകളിലേക്ക് ആകർഷിക്കുവാൻ ഇതിലും നല്ല ഒരു വസ്തുവില്ല. ഇനി പച്ചരി വച്ചിരിക്കുന്ന, ഇപ്പോൾ മഞ്ഞൾ വെച്ച അതേ താലത്തിൽ തന്നെ വീട്ടിൽ എത്ര അംഗങ്ങളാണോ ഉള്ളത്, അംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അത്രയും നാണയങ്ങൾ കൂടി ആ താലത്തിലേക്ക് വയ്ക്കുക. അതായത് ഒരു വീട്ടിൽ 5 അംഗങ്ങളാണ് ഉള്ളതെങ്കിൽ 5 നാണയങ്ങൾ താലത്തിലേക്ക് വയ്ക്കുക. 6 അംഗങ്ങളാണെങ്കിൽ 6 നാണയങ്ങൾ താലത്തിലേക്ക് വയ്ക്കുക. അംഗങ്ങളുടെ എണ്ണം എത്ര തന്നെയായാലും പ്രശ്നമില്ല, അത്രയും നാണയങ്ങൾ താലത്തിൽ വേണമെന്ന് മാത്രം. അംഗങ്ങൾക്കനുസരിച്ച് ഈ നാണയങ്ങൾ വീട്ടിലെ അമ്മമാർ, അതായത് ആ വീടിൻ്റെ കുടുംബനാഥ തന്നെ വെച്ചാൽ മതി. ഇപ്രകാരം ഓരോ നാണയങ്ങളും വെക്കുമ്പോഴും ഓരോ നാണയത്തെയും പ്രതിനിധീകരിക്കുന്ന ആ വീട്ടിലെ അംഗങ്ങളെ മനസ്സിലോർത്ത് ദേവിയോട് പ്രാർത്ഥിച്ചു വേണം താലത്തിലേക്ക് നാണയങ്ങൾ വയ്ക്കുവാൻ. ഇപ്രകാരം അരിയും മഞ്ഞളും നാണയങ്ങളുമൊക്കെ നിരത്തിയ ആ താലം ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ തന്നെ കൊണ്ടുവന്ന് വയ്ക്കുക. അതായത് ലക്ഷ്മി ദേവിക്ക് സമർപ്പിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ദേവിയുടെ മുൻപിൽ ഒരു നെയ്വിളക്ക് കൂടി തെളിയിക്കാം. അധികമൊന്നും വേണ്ട, ഒരു ചിരാതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് തിരിയിട്ട് കത്തിച്ചാൽ മതി. ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നത് ദേവി പ്രീതി അതിൻ്റെ ഏറ്റവും മഹത്തായ രീതിയിൽ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നു ചേരുവാനിടയാക്കും. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിനു ശേഷം ലക്ഷ്മി ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ദേവസ്തുതികളും മന്ത്രങ്ങളുമൊക്കെ ജപിക്കുക. ഓം ശ്രീ ശ്രീയേ നമ, ഓം ശ്രീ മഹാലക്ഷ്മി നമ. എന്നീ മന്ത്രങ്ങൾ ജപിക്കുന്നത് അതിവിശേഷകരമായ ഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത്. ഈ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എല്ലാ ചിട്ടവട്ടങ്ങളോടും കൂടി തന്നെ വേണം നിങ്ങൾ ഈ മന്ത്രങ്ങൾ ജപിക്കുവാൻ. അതായത് ഏറ്റവും കുറഞ്ഞത് 12 തവണയെങ്കിലും ഈ മന്ത്രങ്ങൾ ജപിക്കണം. ഇനി നിങ്ങളാൽ കഴിയുമെങ്കിൽ 108 തവണ ഈ മന്ത്രങ്ങൾ ജപിച്ചാൽ ഫലം അത്യുത്തമമായിരിക്കും. ഇപ്രകാരം ഈ മന്ത്രങ്ങളൊക്കെ നിങ്ങൾ ഉരുവിട്ടതിന് ശേഷം നിങ്ങളുടെ മനസ്സിലെ എത്ര വലിയ വിഷമങ്ങളും ആയിക്കോട്ടെ, നിങ്ങളെ നാളുകളായി സങ്കടപ്പെടുത്തിയിരുന്ന കാര്യങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ദേവിയോട് സമർപ്പിക്കുക. നിങ്ങൾക്ക് ആഗ്രഹ സഫലീകരണവും നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടിയുമൊക്കെ ഭഗവതി വളരെ പെട്ടെന്ന് തന്നെ കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകുമെന്നുള്ളതിൽ സംശയിക്കേണ്ടതില്ല. അതുപോലെ തന്നെ വീട്ടിലെ അമ്മമാർ 30 വെള്ളി ദിവസം കുളിച്ച് മുല്ലപ്പൂ ഒക്കെ ചൂടി ക്ഷേത്ര ദർശനം നടത്തുകയും ക്ഷേത്രത്തിൽ ലക്ഷ്മി ദേവിക്ക് പ്രാർത്ഥനയോടെ ഭാഗ്യസൂക്തം കഴിപ്പിക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. അതിനാൽ നാം ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവരും പരമാവധി പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ ലക്ഷ്മി കടാക്ഷം നിറഞ്ഞു തുളുമ്പുവാൻ ഇടയാകട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ
നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനയിലും പൂജകളിലുമെല്ലാം നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.